പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാനില കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് 1 കപ്പ് മൈദയാണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കപ്പിലാണ് അളവുകളെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഈ 1 കപ്പ് മൈദ എടുത്തു. ഇനി വേണ്ടത് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ തന്നെ 1 സ്പൂണ് പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. 1 സ്പൂൺ പാൽപ്പൊടി, എന്നിട്ട് 2 പ്രാവശ്യം അരിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. കേക്കിന് വേണ്ടി 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർക്കണം. അത് ഈ 1 കപ്പിൽ തന്നെയാണ് പൊടിച്ച പഞ്ചസാര ഞാൻ ചേർക്കുന്നത്. അതും കൂടി കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യണം. പഞ്ചസാര പൊടിച്ചത് മൊത്തം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ മതി. നമുക്കിനി ബീറ്റർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. 2 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ച മൈദയാണ്. അത് കുറേശ്ശെ ഇതിനകത്ത് എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയിലേക്ക് 1/2 സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഈ പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഒഴിക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇതിനകത്ത് നമ്മൾ 10 മിനിറ്റായി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്കൊരു റിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു പഴയ പാത്രമാണ്, നമുക്കൊരു റിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് ഇതിനകത്ത് ഇറക്കി ഒഴിച്ചെടുത്തിട്ട് ആവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു എന്തെങ്കിലും ഒരു വെയിറ്റും കൂടി എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് റെഡിയായെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണിയാൻ വെക്കാം. തണി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഞാൻ അതിനായിട്ട് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നമുക്ക് 2 കപ്പ് അതെടുക്കാം. ഈ കപ്പ് അളവിൽ തന്നെയാണ് ഞാൻ ക്രീം എടുക്കുന്നത്. ഇങ്ങനെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഇതിനി നന്നായി ബീറ്റ് ചെയ്യും. നമുക്ക് ഈ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം സ്ലോവിലിട്ട് തുടങ്ങിയിട്ട് പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ ആയിട്ട് കുറച്ചും കൂടി ഇത് ബീറ്റാക്കിയിട്ട് നല്ല സ്റ്റിഫായിട്ടാവുന്നത് വരെ ഒരു കുറച്ച് സമയം കൂടെ ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം ബീറ്റായിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം ക്രീം. ഇങ്ങനെ തട്ടിയാലും താഴത്തേക്ക് വീഴാത്ത രീതിയിൽ ഉണ്ടാവണം ക്രീം. അപ്പം നമുക്ക് ഇനി നമുക്ക് കേക്കിനകത്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ കേക്ക് ബോർഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെക്കാം. ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. വെള്ളവും 1/2 ഗ്ലാസ് പാലും ഒരു 3 സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് തിളപ്പിച്ച സിറപ്പാണിത്. ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ ക്രീം ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. ഫസ്റ്റ് കോട്ടിങ് ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഫൈനൽ കോട്ടിങ് നമുക്ക് ഇടാം. നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എത്ര മതി. ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം. വിപ്പിംഗ് ക്രീം നല്ല ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മെൽറ്റാവട്ടെ. അതിലേക്ക് ചെറിയ കഷ്ണം ബട്ടറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 സ്പൂണ് വാനില എസൻസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതിനകത്ത് ഞാനൊരു കളറ് ചേർക്കുന്നുണ്ട്. ഒരു നീല കളറാണ്. അതിനൊരു 2 ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കേക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്യാം. അതായത് ഫ്രിഡ്ജിൽ വെച്ച നമുക്ക് ഇതേപോലത്തെ ഒരു സാധനമുണ്ട്. ഇതേപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഡിസൈൻ ആക്കാം. ഡിസൈൻ ഇത് പെട്ടെന്നല്ല. ഒരു വിധത്തിൽ ഞാൻ കേക്ക് ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറുതായിട്ടൊരു പൂക്കളുടെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. വൈറ്റ് തന്നെയാണ്. അത് നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചെരിച്ചിട്ട് എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നമുക്ക് ചെരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ആക്കിയിട്ടുണ്ട്. ഇതൊരു മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ആക്കിയ കേക്കാണ്. അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എഴുതി വെക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.